ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ സൊല്യൂഷൻ വീഡിയോ ആണ്. നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് വിൻഡോസ് സിസ്റ്റം സൗണ്ട്സ് കേൾക്കുന്നത്. അതിനുള്ളൊരു കിടിലൻ സൊല്യൂഷനുമായാണ് ഞാൻ ഈ വീഡിയോ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരു പ്രശ്നമില്ല, സൗണ്ടിന് ഒരു പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നെങ്കിൽ നമുക്ക് ആദ്യം സൗണ്ട്സ് എടുത്ത് നോക്കാം. അതിൽ വിൻഡോസ് ഡിഫോൾട്ട് തന്നെയാണോ കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നോ സൗണ്ട്സ് ആണ് കിടക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കില്ല. വിൻഡോസ് ഡിഫോൾട്ട് തന്നെയാണെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ. വിൻഡോസ് ഡിഫോൾട്ട് ആക്കിയ ശേഷം നമുക്ക് ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കേൾക്കുന്നുണ്ട്. അതിപ്പോൾ മനസ്സിലായി, ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ല. അപ്ലൈ എടുത്ത് ഓക്കെ എടുത്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഡിവൈസ് ഇൻസർട്ട് ചെയ്ത് നോക്കാം. അതിൽ USB ആണ് ഇൻസർട്ട് ചെയ്യുന്നത്. USB ഇൻസർട്ട് ചെയ്തു, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇതിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ഇതിനായി രജിസ്റ്റർ എഡിറ്റർ എന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അത് ഓപ്പൺ ചെയ്യാനായി വിൻഡോസ് സെർച്ചിൽ റൺ എന്ന് ടൈപ്പ് ചെയ്യുക. റൺ കൊടുക്കുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. അതിൽ REGEDIT REGEDIT എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ എഡിറ്റർ എന്നൊരു വിൻഡോ വരും. അത് കുറച്ച് കീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് പെയിനിലായി. അതിൽ നമുക്ക് ആവശ്യമുള്ളത് key കറണ്ട് യൂസർ എന്ന കീ ആണ്. അതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? ആ ഡിഫോൾട്ട് എന്ന കീ നമ്മൾ ഡിലീറ്റ് ചെയ്യണം വേണ്ടത്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിൽ വാല്യൂ നോട്ട് സെറ്റ് എന്ന് എഴുതിയിരിക്കും. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റ വാല്യൂ നോക്കുമ്പോൾ വാല്യൂ നോട്ട് സെറ്റ് എന്ന് കാണാം. അതിനുശേഷം രജിസ്റ്റർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സൗണ്ട് പ്രോബ്ലംസ് എല്ലാം മാറിയിരിക്കും. അതിനുശേഷം ഒരു USB നമുക്ക് ഇൻസർട്ട് ചെയ്ത് നോക്കാം. ഇൻസർട്ട് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോസ് സിസ്റ്റം സൗണ്ട്സ് എല്ലാം കേൾക്കാൻ കഴിയും. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട്, എന്തെങ്കിലും സൊല്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം. യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.